ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡേ 3 ഓഫ് ഇഫ്താർ റംലാൻ സീരീസ്. അപ്പോൾ ഇന്ന് ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ്. വയലിട്ട് അലിഞ്ഞ് പോകുന്ന പോലത്തെ ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഫ്താറിനും ഈദിനും ഒക്കെ ഒരുപോലെ ഉണ്ടാക്കാം. ഇഫ്താറിനൊക്കെ ഫങ്ഷനായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇതിനൊക്കെ ട്രൈ ആക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ 3 പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കാൻ പോണത്. അതിനു വേണ്ടി പാൽ ആദ്യം കട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ പാക്കറ്റ് ഒഴിക്കുമ്പോൾ ഇതിന് കുറച്ച് പാല് മാറ്റി വെക്കണം. വളരെ കുറച്ച് പാല് മതി. കുറച്ച് പാല് മാറ്റി വെച്ചിട്ട് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഈ കസ്റ്റാർഡ് പൗഡർ ഈ പാലിലൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. കസ്റ്റാർഡ് പൗഡർ ഇതാ പാലിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനിതാ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് വരട്ടെ. പാല് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു പണി കിട്ടി. നമ്മളെ ഗ്യാസ് തീർന്നു പോയിട്ട് അതാണ് ഇത്ര ടൈം ഡിലേ ആയത് കേട്ടോ. അപ്പോൾ ഇതാ പാല് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഇതാ കണ്ടൻസ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടീന് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു തുള്ളിയുടെ ബാക്കി വെച്ചിട്ടുണ്ട്. അതിവിടെ കുടിക്കാൻ ആളുണ്ട്, അതിന് വേണ്ടി മാറ്റി വെച്ചാണ്. നല്ല പോലെ അതെല്ലായിടത്തും എത്തുന്ന പോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. 8 ഗ്രാം ചൈന ഗ്രാസ് ഇവിടെ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇളക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൊന്നും ഇല്ലെങ്കിലും പാല് എപ്പോൾ വേണമെങ്കിലും അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ നമ്മളെ പുഡിങ്ങിൻ്റെ പേര് ബട്ടർ പുഡിംഗ് എന്നാണ്. അതിൻ്റെ ബട്ടറാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 3 കപ്പ് പാല് 3 പാക്കറ്റ് പാലിന് 250 ഗ്രാം ഓഫ് ബട്ടറാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വരട്ടെ. ഞാൻ ഈ ഒരു പാനിൽ ഉണ്ടാക്കാൻ കാരണം ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ സമയത്ത് വേറെ ഒന്നിലും ഒഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ വലുതുണ്ടെങ്കിൽ അതെടുക്കുകയാണ് നല്ലത്. ഞാൻ ഇത്രയും ഇതിൽ ഫുള്ളാവുമെന്ന് കരുതിയിട്ടില്ല. നല്ലോണം ബട്ടറൊക്കെ മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഒരു 4-in-1 ടോട്ടെ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ ഇട്ട പേരാണ്. അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള പുഡിങ് തന്നെയാണ്. അത് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കസ്റ്റാർഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടി കരിഞ്ഞ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അടി കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ ചേഞ്ചായി പോകും. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ജലാറ്റിൻ കുതിർത്തി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ടാണ് ഇത്രയും നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് വിട്ടു പോയതാണ്. നമ്മൾ നേരത്തെ 8 ഗ്രാം ചൈന ഗ്രാസ് സോക്ക് ചെയ്തതുണ്ടായിരുന്നില്ലേ, അത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഞാൻ ഈ ഒരു സിമ്പിൾ പുഡിംഗ് ഉണ്ടാക്കാൻ കുറച്ചധികം മെനക്കെട്ടു. കാരണം ഞാനിത് കുക്ക് ചെയ്യാൻ തുടങ്ങി പാല് വെച്ച സമയത്ത് തന്നെ ഗ്യാസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്യാസ് സിലിണ്ടറൊക്കെ മാറ്റിയതിന് ശേഷം
കുക്കിംഗ് പകുതിയായി ഒരു ടൈമിൽ എൻ്റെ ഐഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. കറണ്ടൊക്കെ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് റിംഗ് ലൈറ്റ് ഓഫ് ആയിക്കോട്ടെ, ഈ ഒരു പ്ലഗിൽ കണക്ഷൻ കിട്ടൂല, അപ്പോൾ റിംഗ് ലൈറ്റ് വർക്ക് ആവില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്ത് തുടങ്ങിയപ്പോഴത്തേന് കറണ്ട് വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഇന്ന് എന്താ പറയുക സ്വീപ്പായി എന്ന് പറയില്ലേ, അതന്നെ. അപ്പോൾ ഈ ജെലാറ്റിൻ കുറച്ചധികം സമയം ഇരുന്നത് കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. കൈ എടുക്കാതെ ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ടൈം ഒന്ന് കുറച്ചധികം അധികമായി. അപ്പോൾ അതും സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇനിതാ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് ഇട്ട് വെക്കുകയാണ് വേണ്ടത്. എല്ലാ ബ്രെഡും ഇതിലിട്ട് വെക്കുക, അത്രേ ഉള്ളൂ. സൈഡൊന്നും കളയണ്ട, കാരണം ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ് തണുത്തതിന് ശേഷം. അപ്പോൾ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സൈഡ് വേണ്ടാന്നുണ്ടെങ്കിൽ കളഞ്ഞോ, അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ബ്രെഡ് എല്ലാം ഇതിൽ നല്ലപോലെ ബ്രെഡ് എല്ലാം ഇതാ സോക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഒരു മിക്സ് ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുവച്ചിട്ട് ചൂടാറ്റി എടുക്കണം. ഈ ഒരു മിക്സ് ഇവിടെ കൂളായി വന്നിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഓരോ ട്രിപ്പായിട്ട് മിക്സിൻ്റെ ബ്ലെൻഡറിൽ അടിച്ചതിന് ശേഷം പുഡിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി ഞാനിതൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളിങ്ങനെ പുഡിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ട്രിപ്പും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ഫുള്ള് ചെയ്തെടുത്തിട്ട് വരാം. പുഡിംഗ് ഇത് അവിടെ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബബിൾസ് ഒക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്ത് ഇനി ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 4 hours കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 2 hour ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ടോപ്പിങ്സ് ആയിട്ട് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ ഇട്ട് കൊടുത്താൽ അതിങ്ങനെ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 2 hour ഒക്കെ കഴിഞ്ഞ് എടുത്തതിന് ശേഷം നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇനിയും പുഡിംഗ് ഉണ്ട് കേട്ടോ. ഒരു ട്രേ റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ ട്രേയിലാട്ടോ ഒഴിച്ചു കൊടുക്കാൻ പോണ്. നിങ്ങൾക്ക് വേറെ എന്ത് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക, ട്രേ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഞാൻ ബാക്കി കൂടി അടിച്ചിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കട്ടെ. അതും സെറ്റ് ചെയ്താ ഒഴിച്ചു കൊടുക്കണ്ടേ. നമുക്ക് ആദ്യം ഇതിൻ്റെ മിക്സ് കാണുമ്പോൾ യെല്ലോ കളറാണ്, അത് ആ ബട്ടർ ഇങ്ങനെ മുകളിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ കളറൊക്കെ മാറി. ഇനി ഞാനിതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കട്ടെ. ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 or 2 hour കഴിഞ്ഞതിന് ശേഷം ടോപ്പിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ടോപ്പിങ്സ് ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അതാ ഒരു 1.5 hour ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിതാ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ നട്ട്സും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊന്ന് ടോപ്പിങ്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിസ്താഷ്യൂസോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ടോപ്പ് ചെയ്യാം കേട്ടോ. ഇതിനാണ് അവിടെ കുറച്ച് ഇട്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ആദ്യം അങ്ങനെ ചെയ്യാൻ നോക്കിയിട്ടാണ്, പിന്നെ അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു ഷേപ്പിൽ വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കണം. പിന്നെ ഫുള്ളായിട്ട് ടോപ്പ് ചെയ്തെടുക്കാം. 2 സെറ്റ് ഇവിടെ നട്ട്സും ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 hour കൂടി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണം. അപ്പോൾ തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. നട്ട്സൊക്കെ ടോപ്പിംഗ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ടോപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നോർമൽ ഒരു ലൈൻ ഇട്ടിട്ട് അതിലൂടെയാണ് ഒരു ലൈനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ ക്രിയേറ്റിവിറ്റി ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടോപ്പിങ്സ് ഒക്കെ ആഡ് ചെയ്തെടുക്കുക കേട്ടോ. 2 hours later. സോ ഫൈനലി 6 hours എടുത്തിട്ടുണ്ട് സെറ്റായി കിട്ടാൻ. നമ്മൾ പുഡിംഗ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി പുഡിംഗാണ്, സ്മെല്ലൊന്നും ഇല്ലാത്ത എന്താ ബിരിയാണി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്, ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക, ഒപ്പീനിയൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഇഫ്താർ മാത്രമല്ല, നമുക്ക് ഇതിനും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.